ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ എൻ്റെ ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകളാണ് നമ്മൾ കൂടുതലാക്കുന്നത്. ഞാൻ എൻ്റെ ഇവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് 13 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്, അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അവരുടെ എക്സ്പീരിയൻസ് ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽ നിന്നും അല്ലാതെയുള്ള ഗ്രൂപ്പുകളിൽ നിന്നും ഒക്കെ വരുന്ന ജോബ് വേക്കൻസികളാണ് നമ്മൾ നമ്മുടെ ചാനൽ വഴി അറിയിക്കാറുള്ളത്. അതേപോലെ തന്നെ എന്നെ നേരിട്ട് അറിയിക്കുന്നതും എൻ്റെ ഫ്രണ്ട്സിനെ നേരിട്ട് അറിയിക്കുന്ന ജോബ് വേക്കൻസികൾ നമ്മൾ ഇടാറുണ്ട്. അങ്ങനെ എന്നെ നേരിട്ട് അറിയിക്കുന്ന ജോബ് വേക്കൻസികൾ എൻ്റെ ഫ്രണ്ട്സിനെ നേരിട്ട് അറിയിക്കുന്ന ജോബ് വേക്കൻസികൾക്കാണ് എനിക്ക് നേരിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത്. മറ്റുള്ള ജോബ് വേക്കൻസികൾ വരുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ്. അതിനകത്ത് നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് സർവീസ് ചാർജുകൾ ഇല്ലാത്ത ജോലികൾ എന്ന് തന്നെയാണ്. അപ്പോൾ സർവീസ് ചാർജുകൾ ഇല്ലാത്ത ജോലികൾ ആണെന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ചാനൽ വഴി അറിയിക്കാറുള്ളത്. അതുകൊണ്ട് സർവീസ് ചാർജ് ഇല്ലാത്ത ജോലിയാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പൈസ ചോദിക്കുകയാണെങ്കിൽ ആ ജോബിന് നിങ്ങൾ പോകേണ്ടതില്ല. ഞാനത് കൃത്യമായിട്ട് എല്ലാ ദിവസവും പറയാറുണ്ട്. ഇപ്പം ഞാൻ എന്നെ നേരിട്ട് അറിയിച്ചിട്ടുള്ള ജോബുകളിൽ ഇവിടെ കയറ്റിയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ അതാത് സ്ഥാപനങ്ങളിൽ നിന്ന് ഞാൻ 1 രൂപ പോലും മേടിച്ചിട്ടില്ല. നമ്മളിത് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് കരുതുന്ന ഒരു ചാനലോ അല്ലെങ്കിൽ അതിന് അങ്ങനെ ഉദ്ദേശിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയതുമല്ല. കാരണം എന്ന് പറയുന്നത്, എന്നെ ആദ്യം മുതൽ കാണുന്ന ആളുകൾക്ക് എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. ഞാൻ എന്തുകൊണ്ടാണ് നമ്മൾ ഇതേപോലുള്ള ഒരു ഫാമിലി വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ചാനലിൽ എന്തുകൊണ്ടാണ് നമ്മൾ ജോബ് വേക്കൻസികൾ ഇടാൻ തുടങ്ങിയിട്ടുള്ളതെന്ന് നമ്മൾ ആ ഫസ്റ്റത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എൻ്റെ ചാനൽ അല്ലാണ്ട് മറ്റ് ചാനലുകൾ, അതായത് സർവീസ് ചാർജുകളില്ലാത്ത ജോബ് വേക്കൻസികൾ കാണുന്നുണ്ടെങ്കിൽ ആ ചാനൽ നിങ്ങൾ പോയിട്ട് അതിൽ കണ്ടിട്ട് അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് കൂടുതൽ ആയിട്ട് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടാവുള്ളൂ. കാരണം 1-2 വേക്കൻസികളായിരിക്കും നമ്മൾ അറിയിക്കുന്ന ഓരോ വീഡിയോയിലും അല്ലെങ്കിൽ ഒരു വേക്കൻസിയിൽ ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഉണ്ടാവുക. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യുന്നത് ഒത്തിരി ആളുകളാണ്. അതിൽ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ അവർ തിരഞ്ഞെടുക്കുകയുള്ളൂ. അവർക്ക് മാത്രമേ ചിലപ്പോൾ റിപ്ലൈ കിട്ടുകയുള്ളൂ. അപ്പോൾ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതൊരു ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും അറിയിക്കാത്തത്. അതേപോലെ തന്നെ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്ന കമ്പനികൾക്ക് അവർ സർവീസ് ചാർജ് ചോദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ നാട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങൾ വിസിറ്റിംഗ് വിസയിൽ നിങ്ങൾക്ക് ഇവിടെ 5 ദിവസം കൊണ്ട് ഇവിടെ വരാൻ പറ്റും. ആ 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കയറി വരാമെന്ന കമ്പനിയോട് പറഞ്ഞിട്ട് നിങ്ങൾ ആ ജോബ് വേക്കൻസി അവിടെ ഹോൾഡ് ചെയ്യിച്ച് വെക്കാൻ മാക്സിമം ശ്രമിക്കുക. എന്നെ നേരിട്ടിറക്കുന്ന ജോബ് വേക്കൻസിയിലാണെങ്കിൽ ഞാൻ അതിനോട് ടൈം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട് തന്നെ. അതേപോലെ UAE-യിലുള്ളവർക്കാണെങ്കിൽ നിങ്ങൾ മാക്സിമം പറ്റിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ വിടുന്ന ജോബ് വേക്കൻസികൾക്ക് ഇന്ന് തന്നെ പോകാൻ പറ്റുമെന്ന് നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ 1 ദിവസത്തെ ഗ്യാപ്പ് ചോദിച്ചതിന് ശേഷം നാളെ നിങ്ങൾ നേരിൽ പോയി കണ്ട് അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടതാണ്. അതേപോലെ മറ്റ് GCC-യിലുള്ളവർക്കാണെങ്കിലും നാട്ടിലുള്ളവരെ പോലെ തന്നെ 4-5 ദിവസത്തിനുള്ളിൽ വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന 3000 ആളുകൾക്ക് വേക്കൻസിയുള്ള ഫുഡ് ഡെലിവറി ജോബ്, അതായത് 75,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ, അതായത് 1.5 ലക്ഷത്തിന് മുകളിൽ വരെ മാസം സമ്പാദിക്കാൻ പറ്റുന്ന ഡെലിവറി ജോബ് ഉണ്ട്. ബൈക്ക് ഡെലിവറി ജോബാണ്. 21 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അതിൽ ആ ജോബ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിന് അവർ പറയുന്നത് ഫുൾ പേയ്മെന്റ് നമ്മൾ കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിസയ്ക്കും ലൈസൻസ് അവർ എടുത്തു കൊടുക്കുന്നതാണ്. ലൈസൻസ് എടുത്തു കൊടുക്കുന്ന പീരീഡിൽ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ കൂടുതലും ആളുകളെ നാട്ടിലുള്ളവരെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. കാരണം നേരിട്ട് അതായത് ബൈക്ക് ഓടിക്കാൻ അറിയുന്നവരാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ഒക്കെ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യോഗ്യത നേടാൻ പറ്റും. ഇവിടെ വന്നിട്ട് ഇവിടെ അതേ കമ്പനി ക്ലാസ് തരുന്നതാണ്. പിന്നെ ഇതിനകത്ത് പണം അവർക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ നേരിട്ട് പോയി കണ്ട് നമ്മൾ 13 പേരെ ഓൾറെഡി അവിടെ വന്നു. അവരുടെ മുന്നിലും അല്ലാതെ ഞാൻ നേരിട്ട് അവിടെയുള്ള മാനേജ്മെന്റ്സുമായിട്ട് നമ്മൾ സംസാരിച്ചാണ്. പക്ഷേ ഇതിനകത്തൊരു അഡ്വാൻറ്റേജ് ഉള്ളത്, ഞാൻ എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഇറങ്ങിയതെന്നുള്ളത്, പണം കൊടുക്കുന്ന ജോലിയായിട്ടും അതിനകത്ത് 3000 ആളുകൾക്കാണ് വേക്കൻസി ഉള്ളത്. അതേപോലെ തന്നെ അവിടെ വിദ്യാഭ്യാസം ആവശ്യമില്ല. വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ സാമ്പത്തികപരമായിട്ടുള്ള ആളുകൾക്ക് പിന്നെ ഇവിടെ വന്നാലും നമുക്ക് വിദ്യാഭ്യാസം കുറവ്, രണ്ടാമത് ഏജ് ഒരു 40 വയസ്സൊക്കെ ആയിട്ട് ഫസ്റ്റ് ആദ്യമായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ ഏജ് ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇവിടെ നോർമലായിട്ട് ഇവിടെ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 1200 മുതൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1500 ദിർഹംസിൻ്റെ ഉള്ളിലാണ്. അതിൽ തന്നെ ചില കമ്പനികളൊന്നും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാറില്ല.
പക്ഷേ ഇതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മണിക്കൂർ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും, എത്രത്തോളം നിങ്ങൾ അധ്വാനിക്കാൻ പറ്റും. ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ 10 മണിക്കൂർ വെച്ചിട്ട് ഒരു മാസം ഫുള്ള് നിങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് 75,000 രൂപയിൽ കൂടുതൽ നാട്ടിൽ നിങ്ങളുടെ എല്ലാ ചിലവും കഴിഞ്ഞ് നിങ്ങൾക്ക് അയക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ദുബായ് ബേസ്ഡ് ആയിട്ട് വേണം നിങ്ങൾ വർക്ക് ചെയ്യാൻ കേട്ടോ. നിങ്ങൾക്ക് ഏത് എമിറേറ്റ്സിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാം. പക്ഷേ ദുബായ് ബേസ്ഡ് നിങ്ങൾ ഡെലിവറി ജോബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും 75,000 രൂപയുടെ മേളിൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും. അങ്ങനെ മാക്സിമം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ കമ്പനി അന്ന് നമ്മൾ കൊണ്ടുവന്ന ആളുകളുടെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ടുള്ളത് 10,000 ദിർഹംസ് വരെയാണ്. ഏകദേശം 2.5 ലക്ഷം രൂപ വരെ ഏൺ ചെയ്തെടുക്കുന്ന ആളുകൾ വരെ അതേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത്രയും നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ കൂടി 6,000 ദിർഹംസ് വരെ നിങ്ങൾക്ക് മാസം നിങ്ങൾക്ക് അവിടെ നിന്ന് ഏൺ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും ഞാൻ അറിയിക്കാത്തത് ഒരേ കാര്യങ്ങൾ ഇത് തന്നെ നമ്മൾ റിപ്പീറ്റായിട്ട് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കും അതിൽ വലിയൊരു ബോറിങ് ഇല്ലാണ്ടിരിക്കാനും അതേപോലെ തന്നെ എല്ലാ ദിവസവും എനിക്ക് ടൈം കിട്ടാറുമില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഒത്തിരി ആളുകൾക്ക് നമ്മൾ വഴി ജോബ് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ആളുകളെ എൻ്റെ തന്നെ അറിവിലുള്ള ഷോപ്പുകളിലേക്ക് നമുക്ക് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാക്സിമം ഞാനും ട്രൈ ചെയ്യും, നിങ്ങളും മാക്സിമം ട്രൈ ചെയ്യുക, മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ബൈ, താങ്ക് യു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് വീണ്ടും ഇതേപോലെ ജോബ് വേക്കൻസികളും മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.